വായിച്ചുകൊണ്ട് നമുക്ക് കടന്നുപോകാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡ സ്വഭാവമുള്ളവരെല്ലാം ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഐഡന്റിഫൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അടയാളം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ സർവസാധാരണമായി കേൾക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയം. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ പിതാവിനോട് കേട്ട വാഗ്ദാനങ്ങൾക്കായി നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 6-ാം വാക്യം. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവനോട് കർത്താവ് ഇസ്രായേലിന് നീ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോഴാണോ എന്ന് ചോദിച്ചു. അതിന്റെ 8-ാം വാക്യത്തിൽ യേശു മറുപടി പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആധികാരികമായ പ്രസ്താവനയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ തെളിവ്, പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിന്റെ ആധികാരികമായ തെളിവ് നമുക്കൊന്ന് ബൈബിളിലൂടെ കടന്നു പോകാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ തെളിവ് എന്ത് എന്ന് ചോദിച്ചാൽ അത് നമ്മളിൽ വസിക്കുന്നു എന്നാണ്. നമുക്ക് ഈ ലൗകിക ലോകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തെളിയിക്കുവാൻ ഒരുവിധമായ സാഹചര്യ സാധ്യതയുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നത് അതിന്റെ തെളിവാണ്. 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 6-19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം, നിങ്ങൾ അറിയുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ ഈ ഭൂമിയിലെ തെളിവും സാക്ഷ്യവുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിലായി മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നതാണ് തെളിവും സാക്ഷ്യവും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വാദപ്രതിവാദത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കാര്യത്തെ സംസാരിച്ചാൽ ആവശ്യമില്ലാത്ത ഒരു വാദപ്രതിവാദ തർക്കങ്ങൾ നടത്തി നമ്മൾ വഷളായി പോകേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളിലാണ്, ഈ ലോകത്തിലല്ല എന്നത് വേദപുസ്തകത്തിന്റെ ആധികാരികതയാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകും. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വൈദ്യുതി പ്രവാഹം പോലെ ഒരു പവർ അല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കൾ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വന്ന് നിങ്ങളെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തും. ആമേൻ. ഇന്നുവെക്കാൻ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു യഥാർത്ഥ വ്യക്തിയാണ്. ദൈവം വ്യക്തിയായിരിക്കുന്നത് പോലെ കർത്താവ്
കർത്താവ് വ്യക്തിയായിരിക്കുന്ന പോലെ, ക്രിസ്തു വ്യക്തിയായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ഒരു റിയൽ പേഴ്സണാണ്, ഒരു യഥാർത്ഥ വ്യക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നു. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ശ്രദ്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകിയാൽ അവൻ പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകിയാൽ അവൻ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകിയാൽ അവൻ നിർദ്ദേശം നൽകുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകിയാൽ അവൻ ആലോചന നൽകുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകാൻ സത്യത്തിന്റെ പാതയിലേക്ക് മറ്റൊരാളെ നടത്തുന്നു. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഹോളി സ്പിരിറ്റ് ഈസ് എ റിയൽ പേഴ്സൺ, ഒരു യഥാർത്ഥ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം നാം മറന്നുപോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞതുപോലെ ഇവിടെ കാണുകയാണ്. യോഹന്നാൻ 14:26, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ആശ്വാസപ്രദൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഒരു ശക്തിക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്നില്ല, ഒരു ശക്തിക്ക് നമ്മളെ നടത്തുവാൻ കഴിയുന്നില്ല, ഒരു ശക്തിക്ക് നമ്മളെ ശക്തീകരിക്കാൻ കഴിയുന്നില്ല, ഒരു ശക്തിക്ക് നമുക്ക് ഒരുവിധമായ നിർദ്ദേശവും തരുവാൻ സാധിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു യഥാർത്ഥ വ്യക്തിയായാൽ ആ പരിശുദ്ധാത്മാവ് ആലോചന നൽകി തരുന്നവനാണ്. അത് മാത്രമല്ല, നമ്മളെ ശക്തീകരിച്ച് മുന്നോട്ട് നടക്കുവാനുള്ള ഉത്തേജനം പിന്നിൽ നിന്ന് നൽകി നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് നടത്തുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകം 16:6-7, അവൻ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയതിനാൽ ഫ്രിഗ്യയിലും ഗലാത്യ ദേശത്തു കൂടി സഞ്ചരിച്ചു. പ്രിയ ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇന്ന സ്ഥലത്ത് നീ പ്രസംഗിക്കണ്ട, ഇന്ന സ്ഥലത്ത് നീ പോകേണ്ട, ഇന്ന സ്ഥലത്ത് നീ പഠിപ്പിക്കേണ്ട, ഇന്ന സ്ഥലത്ത് നീ ചെയ്യണ്ട. ഇത് പ്രകാരം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു നിറഞ്ഞ വ്യക്തിയാകാൻ, പരിശുദ്ധാത്മാവ് ഒരു നിറവുള്ള വ്യക്തിയാകാൻ, പരിശുദ്ധാത്മാവ് ഒരു ആഴത്തുള്ള വ്യക്തിയാകാൻ, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാകാൻ, അവൻ വ്യക്തിയാകാൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവൻ സംസാരിക്കുന്നു, അവൻ പറയുന്നു, അവൻ കേൾപ്പിക്കുന്നു, വീണ്ടും ആലോചന തരുന്നു, അവൻ നമ്മളെ നല്ല പാതയിലൂടെ നടത്തുന്നവനാണ് എന്ന കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രിയ ദൈവമക്കളെ, സത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്നും എത്രയധികം ശുദ്ധീകരിക്കുന്നു. സത്യത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവും ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി മാത്രം ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ
അഗാധ കാര്യങ്ങൾ പോലും ആരായുന്നവരാണ്. പരിണാമം മനുഷ്യന്റെ ചിന്തകൾ അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരും അറിയും. അതുപോലെ ദൈവത്തിന്റെ ചിന്തകൾ ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വ്യക്തമായി പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവം എന്നാണർത്ഥം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് എവിടെയാണ് പാർക്കുന്നത്, എവിടെയാണ് വസിക്കുന്നത്, എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം ബൈബിളിൽ നിന്ന് നമ്മളൊന്ന് നോക്കിയാൽ റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9 മുതൽ 17 വരെ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജനസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് പ്രകൃതിയിലല്ല, പരിശുദ്ധാത്മാവ് വെള്ളത്തിലല്ല, പരിശുദ്ധാത്മാവ് അഗ്നിയിലല്ല, പരിശുദ്ധാത്മാവ് സസ്യലതാദി വൃക്ഷങ്ങളിലല്ല, പരിശുദ്ധാത്മാവ് നമ്മളിലാണ് വസിക്കുന്നത്. ആമേൻ. സൂര്യനിലോ ചന്ദ്രനിലോ നക്ഷത്രങ്ങളിലോ ആകാശ മണ്ഡലങ്ങളിലോ ഈ ഭൂമി ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഈ നാളിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഹോളി സ്പിരിറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ഹാർട്ട്. അതെ, എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്താണ്, എന്റെ ഉള്ളിലാണ്, എന്റെ അകത്താണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമേ, ഈ നാടുകളിൽ പരിശുദ്ധാത്മാവിനെ വസിക്കുന്നതുകൊണ്ട് ഞാൻ പാപം ചെയ്യാതെ, അഴുക്ക് ചെയ്യാതെ, ദോഷം ചെയ്യാതെ, പ്രേക്ഷത ചെയ്യാതെ, തെറ്റ് ചെയ്യാതെ, തിന്മ ചെയ്യാതെ, ആരെയും വഞ്ചിക്കാതെ, ആരെയും ചതിക്കാതെ, ആർക്കും ദ്രോഹം ചിന്തിക്കാത്ത അവസ്ഥയിൽ ദൈവഹിതപ്രകാരം നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥനായി, നല്ലൊരു ഹൃദയത്തിന്റെ ഉടമസ്ഥനായി, നല്ലൊരു മനസ്സാക്ഷിയുള്ളതായി പൗലോസ് പറയുന്ന പോലെ ദൈവത്തിന്റെ മനുഷ്യരെ കൊണ്ട് കളങ്കമില്ലാത്ത ഒരു നിർമ്മലമായ ശുദ്ധ മനസ്സാക്ഷിയുള്ളതായി ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമേ, നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നം എപ്രകാരം എന്ന് എങ്ങനെ സംഭവിക്കുന്നു അറിയില്ലാതുകൊണ്ട് നമ്മൾ ഏത് സമയവും ആത്മാവിനാൽ ഒരുക്കമുള്ളതായി, പരിശുദ്ധാത്മാവിനാൽ നടത്തുന്നവരായി, ശുദ്ധമായ നിർമ്മലമായ അവസ്ഥയിൽ നടക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അതുകൊണ്ട് എവിടെയാണ് ഈ നാളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം. മനുഷ്യനിലാണ്, ദൈവ മക്കളിലാണ്, ദൈവ സന്തതികളിലാണ്, ദൈവ കുഞ്ഞുങ്ങളിലാണ്, വിശ്വാസികളിലാണ്, വിശുദ്ധന്മാരാണ്. യഥാർത്ഥ സഭാജനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം വായിച്ചാൽ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മളിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്, നമ്മളിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്, നമ്മളിലാണ് പരിശുദ്ധാത്മാവ് ജീവിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നിലും പരിശുദ്ധാത്മാവ് വാഴുകയില്ല. അതുകൊണ്ട് സന്തോഷ സമാധാന ശാന്തിയുടെ തുറമുഖത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറയുവാൻ കഴിയട്ടെ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പരിശുദ്ധാത്മാവ് വാഴുന്ന ഒരു മന്ദിരമാണ് എന്റെ ശരീരം എന്ന് പറയുവാൻ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കഴിയട്ടെ. അങ്ങനെയെങ്കിൽ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തിയെ നമുക്ക് നല്ലതുപോലെ അറിയുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ
ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊണ്ട് നിൽപ്പീൻ. കേട്ടോ, രക്ഷയെന്ന ശിരസ്ത്രവും ദൈവത്തിന്റെ വചനമെന്ന വാളും കൊണ്ട് എടുത്തു നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാവും പരിശുദ്ധാത്മാവ് ആ മനുഷ്യനിലുണ്ട്, ആ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നല്ലതുപോലെ ഈ ലോകത്തിൽ പ്രശസ്തിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. വീണ്ടും എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ക്കലുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കുന്നതുവരെ തുറച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതുമാവുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ അതിന്റെ പ്രവൃത്തിയോടുകൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിൽ ദൈവവചനത്തിന്റെ അന്തസ്സ് എപ്പോഴും ഉയർന്നിരിക്കും. രണ്ടാമത്, നമ്മുടെ ഭാവങ്ങളെയും ആവശ്യമില്ലാത്ത ആലോചന ചിന്തകളെയും ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അവന്റെ വചനം വേർതിരിച്ച് നമ്മളെ കുറവില്ലാത്തവരായി നിലനിർത്തും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 5-ാം അധ്യായം 18-ാം വാക്യം, വീഞ്ഞു കുടിച്ചു മക്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നത് ആത്മാവ് നിറയുകയും. ആണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അറിയാനുള്ള മറ്റൊരു മാർഗം നമ്മൾ ആത്മാവിൽ നിറയണം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം, ഈ വിധമായ 9 ഫലങ്ങളെ പുറപ്പെടുവിച്ച് ജീവിതത്തിൽ പരാജയങ്ങളെ മാറ്റി, തകർച്ചകളെ മാറ്റി, താഴ്ചകളെ മാറ്റി, വീഴ്ചകളെ മാറ്റി വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്നുള്ള ആ പ്രവൃത്തിയെ വ്യക്തമായി നമുക്കറിയാം, ലോകത്തിലും അറിയുവാൻ കഴിയും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ അവസ്ഥ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണർവുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്നത് ദൈവമക്കളിലാണ്. പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാനുള്ള മാർഗം നമ്മുടെ ജീവിതമാണ്, നല്ല ജീവിതമാണ്, മനോഹരമായ ജീവിതമാണ്, വലിയ ജീവിതമാണ്, മൂല്യമുള്ള ജീവിതമാണ്, ശ്രേഷ്ഠമുള്ള ജീവിതമാണ്, നിലവാരമുള്ള ജീവിതമാണ്, അത്യുന്നതമായ ജീവിതമാണ്. അതിനേക്കാളെല്ലാം അതിന്റെ ശിരസായി നിൽക്കുന്നത് ആത്മാവിന്റെ ഫലത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ധന്യമായി, സമൃദ്ധമായി, അനുഗ്രഹമായി, ആശ്വാസകരമായി ദൈവസന്നിധിയിൽ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുമെന്നുള്ള സംശയമില്ലാത്ത തിരുവചനത്തിന്റെ സത്യത്തിൽ നമ്മളെ ഫലമേൽപ്പിക്കാം. നമ്മളെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ സ്തുതിക്കുന്നു. ഇന്ന് പ്രകാരം ഈ സമയത്തിനായി സ്തോത്രം. ഈ ഭൂമിയിലെ ജനത്തെ അങ്ങനെ കടകളില്ലാത്ത, കാപട്യമില്ലാത്ത, തിന്മയില്ലാത്ത, ദോഷമില്ലാത്ത നിർമ്മലമായ വചനത്തിന്റെ സത്യപൂർണ്ണതയിൽ നിന്നുകൊണ്ട് അങ്ങ് ആഴത്തുമായിരുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഈ പ്രിയ ദൈവമക്കളുടെ ജീവിതം ആധാരപരമായി തീരുവാൻ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം, ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം, ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. എല്ലാ പാപദേശ ചിന്തകളും അവരുടെ പോകട്ടെ, എല്ലാ രോഗങ്ങളും മാറട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, എല്ലാ നഷ്ടങ്ങളും മനുഷ്യരും ദുഃഖങ്ങളും എല്ലാം സഹായിക്കണം. അങ്ങനെ വിജയമായി ജീവിതം ഈ ദൈവത്തിൽ നിന്ന് മുന്നോട്ടുള്ള ആളുകളിൽ ഈ നിയന്ത്രണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.